ദിവസം വിയാനി പുണ്യവാന്റെ അടുക്കൽ ഒരു യുവതി കുമ്പസാരിക്കാനെത്തി. അവൾ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ഓർമ്മിച്ചെടുത്ത് പറയാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. വിശുദ്ധൻ പറഞ്ഞപ്പോൾ തന്റെ ഓർമ്മയെ രാഗി മിനുക്കിയെടുക്കാൻ അവൾ ശ്രമിച്ചു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമൊത്ത് ഡാൻസ് കളിക്കാൻ നീ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമുണ്ടല്ലോ എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിച്ചപ്പോൾ അത്ഭുതത്തോടെ അത് സത്യമാണെന്ന് അവൾ സമ്മതിച്ചു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്കൊപ്പം ചുവടുകൾ വെക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അയാളാകട്ടെ അവളെ ഗൗനിക്കുക പോലും ചെയ്യാതെ മറ്റു പെൺകുട്ടികൾക്കൊപ്പമാണ് ഡാൻസ് ചെയ്തത്. അവൾക്ക് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നി. ഇക്കാര്യം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു അവളുടെ മറ്റൊരു അതിശയം. അപ്പോൾ അച്ഛന്റെ സ്വരം അവൾ കേട്ടു. ആ ചെറുപ്പക്കാരൻ നിന്നെ അവഗണിച്ചപ്പോൾ നിന്റെ ഹൃദയം വേദനിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെ ഒരു അവഗണന കിട്ടിയതിന്റെ പേരിൽ നീ ദൈവമാതാവിന് നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം മാതാവ് നിന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. മനുഷ്യരൂപം ധരിച്ച സാത്താനായിരുന്നു ആ ചെറുപ്പക്കാരൻ, നരകത്തിൽ നിന്ന് വന്നവൻ, എല്ലാ പെൺകുട്ടികളെയും പാപത്തിൽ വീഴിക്കാൻ ശേഷിയുള്ളവൻ. എന്നാൽ ഇതൊന്നും അറിയാതെ നീ അവനൊപ്പം ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അത് അവന് സാധിക്കാതെ പോയത് നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയം മൂലമാണ്. കർമ്മല മാതാവ് നൽകിയ ബ്രൗൺ കളറുള്ള ഈ ഉത്തരീയം ധരിക്കുന്നവരെ ഒരിക്കലും സാത്താന് തൊടാൻ പോലും ആകില്ല. താൻ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയത്തിന്റെ ശക്തി ആ പെൺകുട്ടിക്ക് അപ്പോഴാണ് മനസ്സിലായത്.